പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള്. ലാലേട്ടൻ ഇത് ചോദിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് വല്ല പെണ്ണുങ്ങളെ കുറിച്ച് ആണുങ്ങളാ പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ അവിടെ വന്ന് നിന്ന് ഘോര പ്രസംഗിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗസേലിന്റെ മേക്കപ്പും അതിനെ തിരഞ്ഞെടുക്കുന്ന കുറെ സിഐഡികളുടെ തലവനായ അനുമോളും വൻ വിഷയമാണ്. ഗസേല് മുഖത്ത് മേക്കപ്പ് പറ്റുന്നുണ്ട് എന്നാണ് അനുമോൾ ആരോപിക്കുന്നത്. ഗസേലെ ഓരോ സാധനങ്ങൾ നേരത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വന്ന് പറഞ്ഞിരുന്ന എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് തന്നെ വന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവരെല്ലാം ഒരു ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിൽ നിന്ന സമയത്ത് ബിഗ് ബോസിന്റെ ആൾക്കാർ തന്നെ വെളിയിൽ വന്ന് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ കഴിഞ്ഞ ദിവസം അതിനുശേഷവും ഗസേല് എവിടെ പോയെന്ന് പറഞ്ഞാലും അനുമോൾ അതിനെ പിന്തുടർന്ന് പോകുന്നു. അനുമോൾക്ക് പിന്തുണയുമായിട്ട് ശൈത്യ പോകുന്നു. അങ്ങനെ കുറെ പേര് ഇതിന് പുറകിൽ തന്നെയാണ്. ഗസേലിന് കണ്ടന്റ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കണ്ടന്റ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഗസേല് അവിടെ ലാലേട്ടൻ പറഞ്ഞിട്ടും കേൾക്കാതെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. അതിനിപ്പോ ലാലേട്ടൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണെന്ന്. ഇവിടുത്തെ വിഷയം അതല്ല, മൊത്തം ആണുങ്ങളെയും അടച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ് അനുമോള്. അവിടെ ഈ മേക്കപ്പിന്റെ വിഷയം നടക്കുമ്പോൾ ആണുങ്ങൾ മൊത്തം ഗസേലിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആണുങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനും ആളില്ലേ? തിരിച്ച് ഇതൊരു പെണ്ണിനെ കുറിച്ച് ആണുങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഭൂകമ്പം വരെ ഉണ്ടായേനെ. ഇത്രയ്ക്ക് ഇതായിട്ടാണ് അനുമോള് പറഞ്ഞേക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വായും നോക്കികൾ എന്ന് വരെ പറഞ്ഞു. എന്നുവെച്ചാൽ ഗസേല് അവിടെ ഇടുന്ന ഡ്രസ്സുകൾ അത് കാണാൻ വേണ്ടിയാണ് ഇവിടുത്തെ ആണുങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും അങ്ങനെ ആരും ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ നോക്കിയാൽ തന്നെ എന്താണ്, അവരിടുന്നു, ഡ്രസ്സ് ഇടുന്നു, ഇവർ നോക്കി എന്താ പ്രശ്നം? പക്ഷെ അനുമോൾ അത് വേറൊരു രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്ത എല്ലാ ആണുങ്ങളും ഒരേ രീതിയിലാണ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വായി നോക്കികളാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. അല്ലാതെ നീയോ അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലോ ഒറ്റക്ക് പോയിട്ട് അവളോട് നീ ഇത് യൂസ് ചെയ്തിരുന്നോ എന്ന് സമാധാനത്തിൽ ചോദിച്ചാൽ അവള് പറഞ്ഞതിനായിരുന്നു. പിന്നെ പ്രശ്നം ഇത്ര വഷളാവൂലല്ലോ ഓർന്നെന്ന് ചോദിച്ചപ്പോ ആദില പറയുന്നതിന് കാര്യം, കഴിഞ്ഞ ദിവസം രാത്രി ഒരു വിഷയം ഉണ്ടായിരുന്നു. അനുമോൾ ആണെങ്കിൽ അവിടെ പോയിട്ട് ഗസേൽ ഇങ്ങനെ മേക്കപ്പ് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് ഗസേലിന്റെ ബെഡിന് താഴെയുള്ള ഡ്രോ എല്ലാം എടുത്ത് പരിശോധിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ലിപ്സ്റ്റിക് സാധനം എങ്ങാണ്ട് കിട്ടിയായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അവിടെ ഭയങ്കര ബഹളവും, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു, അത് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പൊ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഗസേൽ അതെല്ലാം തള്ളി പറഞ്ഞു. എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ആദില പോയി സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ സത്യമാണ്, ഈ ഗസേലിനെ എല്ലാവരും കൂടെ വട്ടം ചുറ്റി നിന്ന് ആക്രമിക്കുമായിരുന്നു. ഗസേൽ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, എന്നോട് ആരെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞേനെ, ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന പോലെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് അവിടെ ഗസേൽ പറഞ്ഞായിരുന്നു. നമ്മൾ ഗസേലിനെ ന്യായീകരിക്കൊന്നുമല്ല. ഗസേൽ കാണിക്കുന്ന തെറ്റാണെന്ന് അകത്തുള്ളവർക്കും അറിയാം, വെളിയിലുള്ളവർക്കും അറിയാം. പ്രതികരിക്കേണ്ടവരെല്ലാം ഒരുമാതിരിയെല്ലാം പ്രതികരിക്കുന്നുമുണ്ട്. പിന്നെ ഈ ലേഡീസ് ഈ ഗസേലിന്റെ വിഷയമായതുകൊണ്ടായിരിക്കും ആണുങ്ങളൊന്നും അധികം പ്രതികരിച്ച് കാണുന്നില്ല. അത് വേറൊന്നുമല്ല, അവരിനി പ്രതികരിച്ച് വായിന്ന് വല്ല മീനിട്ട് വേണം ഗസേലിനി അതും പിടിച്ചോണ്ട് വേറെന്തെങ്കിലും വിഷയമാകാൻ. അതുകൊണ്ടായിരിക്കാം അവർ കൂടുതലും കൂൾ മൈൻഡ് ആയിട്ടാണ് പോകുന്നത്. രണ്ട് സൈഡിലും അവർ അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. അനുമോളുടെ സൈഡിലും സംസാരിക്കുന്നില്ല, ഗസേലിന്റെ സൈഡിലും സംസാരിക്കുന്നില്ല. പക്ഷെ അനുമോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസേലിന്റെ സൈഡ് മാത്രം അവർ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. അനുമോൾ എന്തോ വ്യക്തിപരമായ വൈരാഗ്യം ഉള്ളതുപോലെ ഗസേലിനോടുള്ളതുപോലെയാണ് പെരുമാറുന്നത്. എന്തായാലും ലാലേട്ടൻ വരുമ്പം ഈ ആഴ്ച ഇത് ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ ആഴ്ചത്തെ കണ്ടന്റ് മൊത്തം ലാലേട്ടൻ വരുമ്പം ഗസേലിന്റെയും അനുമോളുടെയും പ്രശ്നം തീർക്കാൻ വേണ്ടിയായിരിക്കും. മറ്റേ ഫൗണ്ടേഷന്റെ ഒന്നുമില്ല. അവള് കണ്ടില്ലേ? നോക്കണം. ആര്? അവള്. ഞാൻ തുറന്നു കിടന്നത് അടച്ചതാണ്. ഗസേലിന്റെ ബെഡിന്റെ അവിടെ പോയിട്ട് എപ്പോഴും പരിശോധനയാണ്. സിഐഡി അനുമോൾ ഫുൾ ടൈം പരിശോധനയാണ്. അവിടെ ഗസേലിന്റെ ബെഡ് എടുത്ത് പൊക്കി നോക്കുന്നു, ബെഡിന്റെ അവിടെ പൊക്കി നോക്കുന്നു, തലേനെടുത്ത് പൊക്കി നോക്കുന്നു, ഗസേലിന്റെ ഡ്രോയർ തുറന്ന് നോക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് ഗസേൽ ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്റെ ഏരിയയിൽ വന്നിട്ട് എന്റെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്ന്. അവിടെ ബിഗ് ബോസിന്റെ ഇത്രയും ക്യാമറകളുണ്ട്. ഇത്രയും ക്യാമറ ഉള്ളപ്പോൾ ഇവരുടെ സ്പെഷ്യൽ ചെക്കിങ്ങിന് എന്തിനാണെന്നാണ് നമുക്കറിയാത്തത്. ഓക്കെ, അവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഓക്കെ, കണ്ടുപിടിക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയിലും കണ്ടുപിടിച്ചില്ല, ലിപ്സ്റ്റിക് മാത്രമേ എടുത്തുള്ളൂ. അതിനുശേഷം ഇപ്പൊ പിന്നെയും കാണുമ്പോഴെല്ലാം ചെക്കിംഗ് ആണ്. അനുമോൾ അവിടെ ഒരു CID കളിക്കുകയാണ്. നിന്റെ ബെഡാണ് അത്. എന്തിനാ ഇപ്പം ഫൗണ്ടേഷന്റെ കാര്യം പറഞ്ഞു കേട്ടില്ലേ? അവളെ അത് നോക്കാനാണ് പോണത്. ഇവള് കള്ളിയാണ്. ഇങ്ങനെ വല്ലവരുടെ ബെഡ് കണ്ട ഇങ്ങനെ പോകുമ്പോ. ഇത് പറഞ്ഞതിന് ശേഷം അവിടെ ക്യാപ്റ്റനായ ഷാനവാസ് കയറി വരുന്നുണ്ട്. ഷാനവാസിനോട് ഈ ഗസേൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റൻ എന്റെ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളുടെ ഭാഗം ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ, ഇവൾ പിന്നെ എന്റെ ബാഗിൽ നോക്കി. പ്ലീസ് ടെൽ ഹർ ഡു നോട്ട് ടച്ച് മൈ തിങ്സ്. പക്ഷെ ഇവൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരില്ല. ഇവൾ ഓർത്തില്ല ഞാൻ
ഇവിടെ നിൽപ്പുണ്ട്. എന്തെങ്കിലും സാധനം മിസ്സായി കഴിഞ്ഞാൽ അനുമോളെ നിനക്ക് തന്നെ ഞാൻ പറയാം ബിഗ് ബോസിന്. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാമറ ഉണ്ട്. ചുമ്മാ അല്ല ഇവിടെ ക്യാമറ ഇത്രയും വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇവിടെ എല്ലാം ക്യാമറ ഉണ്ട്, ചുമ്മാ അല്ല അവിടെ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പൊ അനുമോള് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ സാധനത്തിൽ ഇപ്പൊ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നോക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അവരുടെ അവകാശമില്ലാതെ അവരുടെ ഒരു തിങ്സിലും തൊടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എന്റേത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ പറയുന്നുണ്ട് ഇവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അനുമോൾ എന്തിനാ നോക്കുന്നത്? അവിടെ എല്ലാം ക്യാമറ ഉണ്ടല്ലോ, അത് ബിഗ് ബോസ് നോക്കിക്കോളത്തില്ലേ? അപ്പൊ അനുമോളുടെ ഭാഗം ന്യായീകരിച്ചതാണ്. അനുമോൾ ഇപ്പം പക്ക CID കളിക്കുകയാണ്. അത് ഒറ്റ കണ്ടന്റേ ഉള്ളൂ, ഗസേലിന്റെ കണ്ടന്റ് മാത്രം പിടിച്ചു നടക്കുന്നു. നേരത്തെ നമ്മളെ രേണുസുതി മറ്റേ അക്ബറിന്റെ കണ്ടന്റ് പിടിക്കുന്നത് പോലെ ഇപ്പം അനുമോള് ഈ ഒരു കണ്ടന്റ് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വലിയ ഷോ ഇറക്കിയാണ്. ഇത് കണ്ടായിരുന്നോ? അത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും അതങ്ങ് സന്തോഷം, ഭയങ്കര സന്തോഷം. എനിക്ക് എന്താന്ന് അറിയത്തില്ല, നമ്മളൊക്കെ ഇങ്ങനെ ബാലാകോല ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് പിന്നെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതിന് തന്നെയല്ല, അവർക്ക് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോയൊക്കെ കാണാമല്ലോ. മനസ്സിലായോ? ശൈത്യയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ബാൻഡ് അവിടെ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ബാൻഡ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഗസേലിന് ഒരു ബാൻഡ് കിട്ടിയായിരുന്നു. പക്ഷെ ആ ബാൻഡ് ഗസേലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഗസേലിന്റെ സാധനങ്ങളെല്ലാം റിട്ടേൺ പോയതിനാല്. അപ്പോഴത്തേക്ക് അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ബാൻഡ് കിട്ടിയപ്പോൾ ആണുങ്ങളുടെയൊക്കെ ഒരു സന്തോഷം കാണണമായിരുന്നു എന്ന്. അപ്പോൾ ആണ് അനുമോൾ അവിടെ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നിട്ട് നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ അനുമോളുടെ ഒക്കെ ഇവരുടെ ഒക്കെ വിഷയം എന്ന് വെച്ചാൽ ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഈ ശൈത്യയുടെയും അനുമോളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ചുള്ള ആണുങ്ങളുണ്ടല്ലോ, ഇവരുടെ പുറകെ നടക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവരാരും ആരുടെയും പുറകെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ശൈത്യ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പം ഇവര് നോക്കുമല്ലോ, അതിനു വേണ്ടിയാണ്. അതാണ് ഈ ആണുങ്ങൾക്ക് ആ ബാൻഡ് ഗസലിന് കിട്ടിയപ്പോൾ സന്തോഷം എന്നാണ് ശൈത്യ പറയുന്നത്. എന്ന് വെച്ചാല് ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയാണ് ഇവർക്കെല്ലാം. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ മെയിൻ. അത് കാണാൻ വേണ്ടി കുറെ പിന്നീട് അനുമോള് അവിടെ പോയിട്ട് പിന്നെയും ഇവിടെ ഈ പറയുന്ന ഗസേലിന്റെ ബെഡിന്റെ അവിടെ പോയിട്ട് ഗസേലിന്റെ ഡ്രോയർ തുറന്നിട്ട് അവിടെ ചെക്ക് ചെയ്ത് സാധനം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ സാധനം ആര്യന്റെ ആയിരുന്നു. ആര്യന്റെ ബാഡ്ജ് ഉള്ളതുകൊണ്ട് ആര്യൻ അത് ഉപയോഗിക്കാം, ആ തിങ്സ് ഉപയോഗിക്കാം. അപ്പോഴാണ് ഗസേൽ കയറി വരുന്നത്. ഗസേലിന് പറയുക, അപ്പം ഗസേലിനോട് ആര്യം പറയുന്നുണ്ട് ഇനി എന്റെ സാധനങ്ങളൊന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഗസേൽ പറയുന്നുണ്ട് ഇത് സൈക്കോയാന്ന് പറയുന്നുണ്ട് അനുമോളെ. സത്യത്തിൽ അനുമോള് ചെയ്യുന്ന ആ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ആർക്കും അങ്ങനെ ഒരു സംശയം തോന്നും. സംശയം തോന്നാതിരിക്കത്തില്ല. പക്ഷെ അനുമോള് ഈ ഗസേലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് എന്താണെന്ന് ഏകദേശം നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അത് ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് പറയാം, അടുത്തുള്ള വീഡിയോകളിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്താ അപ്പാണിയുടെ സരിയുടെ ഒക്കെ അടഞ്ഞു പോയാ? അവളെ ബോയ് ഫ്രണ്ട്സ് അല്ലേ അവിടെ ഇരിക്കണ മൊത്തം, അതുകൊണ്ട് ആരും ഒന്നും പറയില്ല. പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങൾ, പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള് ഇരിക്കുന്ന എല്ലാം ആ അബി ഒഴിച്ച് ബാക്കി എല്ലാം അവളെ ബാക്കി തൂക്കി. ഇതാണ് മെയിനായിട്ട് ഇപ്പൊ അനുമോൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം. വേറൊന്നുമല്ല, അവിടെ ഇരിക്കുന്ന ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്, അബി ഒഴിച്ച് ബാക്കി എല്ലാവരും ഗസേലിന്റെ പുറകിലാണ്, ഗസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണ് അവരെല്ലാം. ഗസേൽ അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് അവർ പോയി ഇരിക്കുമ്പോൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അവരോട് വന്ന് കൂട്ടത്തിൽ സംസാരിക്കുന്നു. ഗസേലിന്റെ ഗസേല് ഇതിനകത്ത് മേക്കപ്പ് ഒക്കെ മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞാലും ഗസേലിന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഗസേലിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകാൻ റെഡിയാണ്. ആണുങ്ങളുമായിട്ടെല്ലാം സഹകരിച്ചു പോകുന്നുണ്ട്. ഈ പെണ്ണുങ്ങളാണ് ചേരാത്തത്. പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തേ ഇല്ല. അപ്പൊ ഗസേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഗസേലിനെ ഒരാൾ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഗസേൽ പിന്നെ അവരുടെ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളെല്ലാം ഇരുന്ന് സംസാരിക്കും. അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് നോർമലായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. ഗസേൽ നല്ലൊരു പ്ലെയർ ആണ്. പക്ഷെ ഗസേലിന്റെ കയ്യിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷവും അവിടെ കുറച്ച് തിങ്സ് ഉപയോഗിച്ചു. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ അത് ബിഗ് ബോസ് കണ്ടുപിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷെ ആ ഒരു എണ്ണത്തിന്റെ ബിഗ് ബോസ് കണ്ടുപിടിച്ചുകൊണ്ട് പോയത് അനുമോൾക്ക് അറിയത്തില്ല. പക്ഷെ അനുമോള് സ്ഥിരം ഇപ്പോൾ ഒരു തപ്പിയെടുത്ത് തന്നെ പിന്നെയും തപ്പുക, പിന്നെ പോകുന്നിടത്തെല്ലാം പിന്നെയും പോവുക, ഒരു CID മൈൻഡ്. അപ്പം അതുപോലെ ആണുങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗസേലിനോട് സഹകരിക്കുന്നു. അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണുങ്ങളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു കുശുമ്പ്, അത്രേ ഉള്ളൂ. ആ കുശുമ്പിന്റെ മേളിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. എന്നുവെച്ചാൽ വേറൊരു മൈൻഡിലാണ് ഇപ്പം
അനുമോള് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആണുങ്ങൾ മൊത്തവും മൊണ്ണകളും വായി നോക്കുകളുമാണെന്ന് ശരിക്കും ഇതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ ഇത് ചോദിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് വല്ല പെണ്ണുങ്ങളെ കുറിച്ച് ആണുങ്ങളാ പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ അവിടെ വന്ന് നിന്ന് ഘോര പ്രസംഗിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയുന്നതെന്ന് നമുക്ക് എന്തായാലും ലാലേട്ടൻ വന്നു കഴിഞ്ഞ് ഇതിനെന്താണ് ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും അടിച്ചമർത്തപ്പെടുന്ന ആണുങ്ങളാണല്ലോ. പക്ഷെ ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന ഇത്രയും പേരും വായി നോക്കികളും മൊണ്ണകളുമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഗസലിടുന്ന ഡ്രസ്സും ഒക്കെ കാണാൻ വേണ്ടിയാണ്, ഗസൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് അവിടെ ഉള്ളവരെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഗസലിന് ആരും ഒന്നും പറയാത്തത് എന്നൊക്കെയാണ് ഇവിടെ അനുമോൾ ആരോപിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.